ഹലോ, ചില്ലി ഫ്ലേക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ്റെ ടേസ്റ്റിൽ ഒരു ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. ചിക്കൻ്റെ തോളോട് തോളൊന്നും വരില്ലെങ്കിലും ഇത് ചോറിൻ്റെ ഒപ്പം ഒരു അടിപൊളി വിഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടില്ലേ ഒരാളുടെ സുന്ദരമായ പാട്ട്? ഞാനിവിടുന്ന് ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ കുയിലേട്ടൻ സുഖമായിട്ടിരുന്ന് പാടുകയാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ചക്കക്കുരു ചെറുതായി മുറിച്ചത് 1 കപ്പ്, 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചക്കക്കുരുവിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെക്കുക. ഇത്രയും വെച്ചിട്ട് കുക്കറിൽ ഒരു 3 സ്റ്റീമൊക്കെ അടിച്ചാൽ തന്നെ ചക്കക്കുരു വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി കുക്കർ തുറന്നു നോക്കാം. അഥവാ നിങ്ങൾ വെച്ച വെള്ളം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചാൽ മതി കേട്ടോ. ഇതാ വെള്ളമൊക്കെ വറ്റി ചക്കക്കുരു നല്ല പാകത്തിന് വെന്തു. ഇനി എന്തു ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഒരു മെയിൻ കാര്യം ഉണ്ടല്ലോ, ഒരു വറവിടണം അല്ലേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, കുറച്ച് കടുക് പൊട്ടിക്കുക, ഒരു 10 വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി ചെറുതായി അരിയുക, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഈ വറവിലേക്കിടുക. വറവ് ഇതുപോലെ ഒരു ബ്രൗൺ കളറാവണം കേട്ടോ. ഇതാ മസാല നന്നായി മൂത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഇല്ലേ, അത് ഈ വറവിലേക്കാണ് കൊട്ടുക. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതാ കണ്ട ചിക്കനെ പോലെ ഇരിക്കണ നമ്മളെ ചക്കക്കുരു മസാല റെഡി. ഇത് 2 മുളക് ചുട്ടെടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു മാങ്ങാ ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തേങ്ങയും മാങ്ങയും ഒരു ഉള്ളിയും ഉപ്പും എല്ലാം കൂട്ടിയിട്ട് ഒരു അടിപൊളി മാങ്ങാ ചമ്മന്തിയും കൂടി അരയ്ക്കാം. ചോറിന് ടേസ്റ്റ് കൂടുമല്ലോ. അപ്പം മാങ്ങാ ചമ്മന്തി റെഡിയായി. അങ്ങനെ ചക്കക്കുരു മസാല, മാങ്ങാ ചമ്മന്തി, പപ്പയ്യ കൊണ്ട് എരിശ്ശേരി എല്ലാം കൂട്ടി നല്ലൊരു ഊണ്. ഇന്നത്തെ ഊണിന് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സ്വാദുണ്ടായിരുന്നു കേട്ടോ. അതിനു പുറമെ നമ്മൾ ഉപയോഗിച്ചതൊക്കെ വിഷമില്ലാത്ത പച്ചക്കറികളാണല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ സ്വാദ് ഒന്നുകൂടി ഇരട്ടിച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചില്ലി ഫ്ലേക്സ് കാണാനും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.